ഹായ്, വെൽക്കം ബാക്ക് എവരി വൺ. നമുക്കെങ്ങനെയാണ് ഈ ബിൽഡിംഗ് ലെഗസി, നമ്മൾ ഇല്ലാത്തൊരു കാലം വന്നാലും നമ്മൾ ചെയ്തതിൻ്റെ ആ സിഗ്നേച്ചർ, നമ്മൾ കടന്നുപോയ വഴികളിൽ നമ്മുടെ സിഗ്നേച്ചർ ഇട്ടിട്ടുണ്ടാകണം. നമ്മളെക്കുറിച്ച് ജനങ്ങൾക്ക് പറയാനും ഓർക്കാനും വേണ്ടി, ലോകത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാകണം. ഇപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടതിൽ സ്റ്റീഫൻ കവി, അദ്ദേഹത്തിൻ്റെ 7 ഹാബിറ്റ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ ആൻഡ് ലീവിങ് ദ 7 ഹാബിറ്റ്സ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ അതിലത്ത് ഇത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വാറൻ ബഫറ്റിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ഫിലാന്ത്രോപ്പിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ മദർ തെരേസ ചെയ്തിട്ടുള്ള ഹ്യൂമാനിറ്റേറിയൻ ആക്ടിവിറ്റീസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എടുക്കാം. അപ്പം നമ്മൾ ബേസിക്കലി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു പർപ്പസ് നമുക്കുണ്ടാവണം ഒരു ലൈഫിൽ, ഒരു മിഷൻ ഇൻ ലൈഫ്. ഓക്കെ, നമുക്ക് ഇതാണ് ഈ എന്തുകൊണ്ടാണ് ലെഗസി വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്തതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഈ ലോകത്തിൽ നമുക്കുണ്ടാകണം. നമ്മുടെ ഇൻവോൾവ്മെൻറ്റും നമ്മളുടെ ഇന്നൊവേഷനും നമ്മളെക്കൊണ്ട് ഈ ലോകത്തിന് കഴിഞ്ഞിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഈ ലോകം കുറച്ചുകൂടെ ബെറ്റർ ആക്കി എടുക്കാനായിട്ട്. ചില കാര്യത്തിൽ നമ്മൾ ചെയ്ത് വളരെ പെർസിസ്റ്റൻ്റ് ആയിട്ട് വീണ്ടും വീണ്ടും ചാലഞ്ചിങ് ആയിരിക്കും ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാറ്റം വരുത്തിയിട്ടുള്ള. അപ്പോൾ അവിടെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഈ ലെസണിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ലീഡ് ബൈ എക്സാമ്പിൾസ്. അതായത് ഞാൻ ജീവിച്ചു പോയ സ്ഥലത്ത് എൻ്റെ മക്കൾക്കും ഇല്ലെങ്കിൽ എന്നെ കണ്ട് എൻ്റെ കൂടെ ജീവിച്ച ആൾക്കാർക്കും ഞാനെപ്പോഴും ഒരു എക്സാമ്പിൾ ആയിരിക്കണം. അവർക്ക് വേണ്ടിയിട്ടൊരു പോസിറ്റീവ് വാല്യൂസ് എനിക്ക് കൊടുക്കാനായിട്ട് പറ്റുമോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ലെഗസിയാണ്. പിന്നെ അതുപോലെ തന്നെ കിഡ്സിനെയും നമ്മളെ കണ്ടുപഠിക്കുന്ന ആൾക്കാർക്കും ദൃഢനിശ്ചയം, ഹാർഡ് വർക്കോ സ്മാർട്ട് വർക്ക്, നമ്മൾ ചെയ്തതിൻ്റെ ഇമ്പാക്റ്റ്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വളരെ പ്രധാനമാണ് ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് പോകാനായിട്ട് നമ്മൾ കുട്ടികളെയും മറ്റുള്ളവരെയും മാക്സിമം പ്രോത്സാഹിപ്പിച്ചു നമ്മുടെ പാഷന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ വിജയത്തിൻ്റെ സ്റ്റോറീസ് നമുക്ക് പലതും ഷെയർ ചെയ്യാനായിട്ട് പറ്റുമോ, നമ്മൾ പുലർത്തിയിട്ടുള്ള വാല്യൂസ് അവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനായിട്ട് പറ്റുമോ. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മളെ ആശ്രയിച്ച് ഉള്ള ആൾക്കാർക്ക് ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി അവരിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുമോ. പിന്നെ മറ്റുള്ളവരോടൊരു എമ്പതി ഉണ്ടാക്കിയെടുക്കാൻ, ഒരു കമ്പാഷൻ ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ. ഒരു ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുമോ. സേവിങ്സിന് വേണ്ടിയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുമോ. ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ ഗീവ് ബാക്ക് സംതിങ് ടു ദ സൊസൈറ്റി, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും. ഇല്ലെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷനിൽ ഒരു സിഗ്നിഫിക്കൻസ്, ലൈഫ് ലോങ് ലേണിങ്ങിന് വേണ്ടി നമ്മൾ പഠിപ്പിച്ചോ. സ്ട്രോങ് വർക്ക് എത്തിക്സ് നമുക്ക് അവരെ പഠിപ്പിക്കാനായിട്ട് പറ്റുമോ. ഒരു ഫാമിലി ലെഗസി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പഠിപ്പിക്കാൻ പറ്റുമോ. പിന്നെ നമുക്ക് സ്വയം ഉള്ള ഡിസ്കവറി അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്, നമ്മുടെ സ്ട്രെങ്തും ടാലൻസും കണ്ടെത്താനായിട്ട്. പിന്നെ നമ്മുടെ പേഴ്സണൽ സക്സസ്സിനെ കുറിച്ചുള്ള മൈൽ സ്റ്റോണുകൾ ബാക്കിയുള്ളവർക്ക് കാണാനായിട്ട് പറ്റുമോ. നമ്മുടെ ജീവിതത്തിലെ സ്വീറ്റ് സ്പോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുമോ. ജോയിയസ് ആയിട്ട് ജീവിക്കാനായിട്ട് മറ്റുള്ളവർക്ക് മാതൃകയാക്കാനായിട്ട് പറ്റുമോ. നമുക്കൊരു മിഷൻ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുമോ. അതുവഴി നമുക്കൊരു ലെഗസി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ. അറ്റ്ലീസ്റ്റ് നമുക്കൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കി മറ്റുള്ളവരെ കാണിക്കാനായിട്ട് പറ്റുമോ. പിന്നെ നമുക്ക് റെഗുലർ ഒരു ചെക്ക് പോയിൻ്റ് മൈൽ സ്റ്റോൺസ് ആയിട്ട് ഓരോ സമയം കടന്നു പോകുമ്പോഴത്തേക്കുള്ള വിജയങ്ങൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുമോ. അങ്ങനെ നമുക്ക് നമ്മുടെ ഗോളുകൾ കടന്നു പോകുന്നതും അതുപോലെ തന്നെ ഈ ലെഗസിയുടെ മീനിങ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ നമ്മളുടെ കോർ വാല്യൂ, എല്ലാ സമയത്തും നമ്മുടെ കോർ വാല്യൂ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കാനായിട്ട്. നമുക്കെല്ലാം കാമ്പിലൊരു വാല്യൂ ഉണ്ട്, നമ്മുടെ ചില പ്രിൻസിപ്പിൾസ്. പിന്നെ നമുക്കതുപോലെ തന്നെ നമുക്കൊരു ലോങ് ടേം ഗോൾസ്, ഷോർട്ട് ടേം ഗോൾസുമായിട്ടാണോ നമ്മളെപ്പോഴും ജീവിച്ചിട്ടുള്ളത്. ഒരു പാഷന് വേണ്ടിയാണോ നമ്മൾ ജീവിച്ചിട്ടുള്ളത്. നമ്മൾ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ, നമ്മളൊരു മെൻറ്ററായിട്ടിരുന്നിട്ടുണ്ടോ, നമ്മുടെ ജേണി ത്രൂ ഔട്ട് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടോ.
പിന്നെ നമ്മളായിട്ട് ഫിലാന്ത്രോപ്പിക് ആൻഡ് ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ടോ? ഫാമിലി ട്രഡീഷൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുമോ? പിന്നെ നമ്മൾ മറ്റുള്ളവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് സമയം കണ്ടെത്തിയിട്ടുണ്ടോ? യങ്ങർ ജനറേഷന് നമ്മുടെ വിസ്ഡം എന്താണെന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? പിന്നെ നമുക്ക് നമ്മുടെ ഫാമിലിയുടെ ഹെറിറ്റേജ് ഉണ്ടെങ്കിൽ അത് പ്രിസർവ് ചെയ്ത് എൻറിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടോ? പിന്നെ ചാലഞ്ചസ് നമുക്ക് എംബറൈസ് ചെയ്ത് അതിൽ കൂടെ ഒരു വിക്ടറി ഉണ്ടാക്കിയത് കാണിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടോ? പിന്നെ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് ഒരുപാട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഈ ലെഗസിയുടെ ബിൽഡിംഗ് ബ്ലോക്സ് ബാക്കിയുള്ളവർക്ക് നോക്കിയാൽ കാണാനുണ്ടോ? പിന്നെ നമുക്കൊരു പേഴ്സണൽ സ്ട്രെങ്ത് എന്തൊക്കെയായിരുന്നു, പർട്ടിക്കുലർലി ഇൻ ബിൽഡിംഗ് എ ലെഗസി? പാസ്റ്റ് സക്സസിൻ്റെ എക്സ്പീരിയൻസസ് നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? പിന്നെ നമുക്ക് വലിയ പാഷൻ അത് മറ്റുള്ളവർക്കും ഇൻസ്പയറിംഗ് ആക്കി തോന്നാനായിട്ട് പറ്റിയിട്ടുണ്ടോ? പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ഒരുപാട് നീണ്ടു നിൽക്കുന്ന, നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന എന്തെങ്കിലും ലെഗസി ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടോ? നമുക്ക് ലോങ് ടേം പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു ഇൻറ്റൻഷൻ നമ്മൾ തയ്യാറാക്കിയിരുന്നു. നമ്മൾ തുടങ്ങി വെച്ചത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ പിന്നീടുള്ള ജനറേഷൻസിന് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുമോ? ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും മാതൃക ഫ്യൂച്ചർ ജനറേഷൻസ് കണ്ടിന്യൂ ചെയ്യാൻ ഇഷ്ടപ്പെടാവുന്ന കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരു മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? പിന്നെ നമ്മളുടെ കോർ പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂസ് മറ്റുള്ളവരെ നമ്മൾ മനസ്സിലാക്കിച്ചു കൊടുത്തിട്ടുണ്ടോ? എന്തൊക്കെയായിരുന്നു നമ്മളുടെ വിഷൻ ആൻഡ് ലോങ് ടൈം ഗോള്? അതിൽ നിന്ന് മറ്റുള്ളവർ എന്തുമാത്രം ഇൻസ്പയർഡ് ആയിട്ടുണ്ട്? പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആക്ഷൻസും ഈ മിഷനുമായിട്ട് അല്ലെങ്കിൽ മിഷൻ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ചേർന്നൊന്നിച്ചു പോയിട്ടുണ്ടോ? അത് മറ്റുള്ളവർ കണ്ടപ്പോൾ അവർ ഇൻസ്പയർഡ് ആയിട്ടുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ റിവ്യൂ ചെയ്ത് റിഫൈൻ ചെയ്തിട്ടുണ്ടോ റെഗുലറായിട്ട്? പിന്നെ വിഷൻ ബോർഡ് തന്നെ ഒരു ലെഗസിയാണോ? അതേപോലെ തന്നെ നമ്മൾ അതിനകത്ത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഇമേജസ് കൊണ്ടുവന്നിട്ടുണ്ടോ? സിമ്പിൾസ് കൊണ്ടുവന്നിട്ടുണ്ടോ? പിന്നെ നമ്മുടെ വിഷൻ ബോർഡ് നമ്മൾ പിന്നെ വിസിബിൾ ലൊക്കേഷൻസിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടോ? അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വിഷൻ ബോർഡ് ഇല്ല നമ്മുടെ ഈ സ്വപ്നങ്ങൾ ബാക്കിയുള്ളവർക്ക് വളരെ ഹോപ്പ്ഫുള്ളായി തീർന്നിട്ടുണ്ടോ? ഇനി നമുക്ക് നമ്മുടെ വിഷൻ ബോർഡിനകത്ത് നമുക്ക് ചിലതൊക്കെ റീഅഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തി അതിലൂടെ നമുക്ക് വലിയ സക്സസ്ഫുള്ളായിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്സിലേക്ക് നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടോ? പിന്നെ നമുക്ക് ഈ സെൽഫ് അവെയർനെസ്സിൻ്റെ നേട്ടം, സെൽഫ് ലവിൻ്റെ നേട്ടം, സെൽഫ് കെയറിൻ്റെ നേട്ടം നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ? അവിടെ നമ്മൾ ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇനി നമ്മൾ സ്വന്തം സ്ട്രെങ്ത് മനസ്സിലാക്കാനും സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാനും നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? ഇനി സെൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് സഫിഷ്യൻസി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ മറ്റുള്ളവരെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇനി ലവ് ഫോർ ലേണിംഗ് ആൻഡ് ഗ്രോത്ത് നമ്മളെയും നമ്മുടെ മക്കളെയും ശിഷ്യന്മാരെയും പഠിപ്പിച്ചിട്ടുണ്ടോ? ഇനി ഒരു റെസീലിയൻസ് ഉണ്ടാക്കാനായിട്ട് അവരെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ? അഡാപ്റ്റബിലിറ്റി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? നമുക്ക് എവിടെയും പറയാനായിട്ടുള്ള ഒരു സ്റ്റോറി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ? പിന്നെ നമ്മളൊരു എമ്പതി ആൻഡ് കമ്പാഷൻ ആൻഡ് കൈൻഡ്നെസ്സിൻ്റെ എക്സാമ്പിൾസ് നമ്മുടെ ഭാഗത്തുനിന്ന് മറ്റുള്ളവർക്ക് എടുത്തു പറയാനുണ്ടോ? പിന്നെ നമുക്കിപ്പോൾ ഡോക്ടർ കലാമിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ലീഡർഷിപ്പിനെ കുറിച്ച്, അദ്ദേഹം ചെയ്തതിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് പറയാനായിട്ട് കാണും. ഇനി അതുപോലെ തന്നെ നമുക്ക് ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇയർലി ഏജ് മുതൽ നമ്മൾ എങ്ങനെ പുലർത്തിയിരുന്നു, എഡ്യൂക്കേഷനെ കുറിച്ചുള്ള വാല്യൂ നമ്മൾ എങ്ങനെ പുലർത്തിയിരുന്നു, അപ്പം മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കാനുള്ളൊരു ജോയിയസ് ആറ്റിറ്റ്യൂഡ് നമ്മൾ എങ്ങനെ പുലർത്തിയിരുന്നു, ഏത് വർക്കിനുമുള്ള സിഗ്നിഫിക്കൻസ് നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിച്ചിട്ടുണ്ടോ? നമ്മുടെ കാര്യങ്ങളിൽ ഡിറ്റർമിനേഷൻ, തടസ്സങ്ങളുണ്ടാകുമ്പോൾ ഒന്നിൽ തന്നെയുള്ള ഡിറ്റർമിനേഷൻ. പിന്നെ നമുക്ക് കുട്ടികളെ അവരുടെ പാഷൻസിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള, ഇല്ലെങ്കിൽ അവരുടെ എങ്ങനെ അച്ചീവ് ചെയ്യണമെന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ മറ്റുള്ളവർക്കൊരു മെൻറ്ററായി തീർന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ലീഡർഷിപ്പ്, നിങ്ങൾ എവിടെയൊക്കെയാണ് ലീഡർഷിപ്പ് എടുത്തിട്ടുള്ളത് അത് മറ്റുള്ളവർക്ക് മാതൃകയാക്കി തീർന്നിട്ടുണ്ടോ? പിന്നെ സ്ട്രോങ് ക്യാരക്ടർ ആൻഡ് എത്തിക്സ് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടോ?
നിനക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇതൊക്കെ നമുക്ക് വരുന്ന ജനറേഷൻസിലേക്ക് നമുക്ക് ശേഷം ആൾക്കാർ നമ്മളെക്കുറിച്ച് പറയുമ്പോൾ പറയാൻ പറ്റിയ ആൾക്കാർ നമ്മളെക്കുറിച്ച് പറയാനായിട്ട് പറ്റിയ വലിയ കാര്യങ്ങളാണ്. ഇപ്പോൾ സ്ട്രോങ് വർക്ക് എത്തിക്സ്, നമ്മളുടെ ഡിസിപ്ലിന്, ഇല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ജിജ്ഞാസ, നമ്മുടെ ക്യൂരിയോസിറ്റി, നമ്മളുടെ ലേണിംഗ്, നമ്മളുടെ കാൽക്കുലേറ്റഡ് റിസ്ക് ടേക്കിംഗ്, ഇല്ലെങ്കിൽ നമ്മൾ ഓരോ മൈൽ സ്റ്റോൺസ് അച്ചീവ്മെൻറ്റ്സ് കടന്നു പോകാനായിട്ട് നമ്മളെടുത്ത പ്രയത്നങ്ങൾ, അവിടെ ഉപയോഗിച്ച ഡിറ്റർമിനേഷൻസ്, മറ്റുള്ളവരെ നമ്മൾ റിസോഴ്സസ് സമാഹരിച്ച രീതികൾ, പിന്നെ നമ്മൾ സമൂഹത്തിന് വേണ്ടി എന്തെല്ലാം കോൺട്രിബ്യൂഷൻ കൊടുത്താണ് നമ്മൾ സിഗ്നിഫിക്കൻസ് ആർജിച്ചെടുത്തത്. ഇനി നമുക്ക് എങ്ങനെയൊക്കെയാണ് ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഈ ലോകത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയത്, എന്തൊക്കെ വാല്യൂസിന് വേണ്ടിയിട്ട്, പ്രിൻസിപ്പിൾസിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിലകൊണ്ടിട്ടുള്ളത്, പിന്നെ നമ്മൾ നോളജ്, എഡ്യൂക്കേഷൻ, ഇതൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് എങ്ങനെ കൊടുത്തു, ഇൻ്റർ കണക്റ്റഡ്നെസ്, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്കൊരു മാതൃകയ്ക്ക് വേണ്ടിയിട്ടുള്ള ബന്ധങ്ങൾ, ചേഞ്ചസിന് നമ്മളെങ്ങനെ വാരിപ്പുണർന്നു, അതല്ലെങ്കിൽ ഈ കോൺഷ്യസ് ചോയ്സോടുകൂടി തന്നെ നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ ഇൻസ്പയർ ചെയ്തു, ഇല്ല മറ്റുള്ളവരെ നമ്മൾ ലിഫ്റ്റ് ചെയ്തു, അതല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തൊരു ലെഗസി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്തു. ഇനി അതുപോലെ തന്നെ നമ്മൾ എത്രമാത്രം എത്തിക്കലായിട്ട്, എത്രമാത്രം ഓണസ്റ്റായിട്ട് നമ്മൾ ഉള്ള എക്സ്പ്രഷൻസാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. നമ്മളെ കഴിഞ്ഞും ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന, പ്രയാസത്തിൽ ലെസ് ഇൻ്റലിജൻറ്റ്, ലെസ് മീൻസ് ഉള്ളവരെ നമ്മൾ അവർക്ക് എന്തുമാത്രം ഹെൽപ്പിംഗ് ഹാൻഡ്സ് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള സ്റ്റോറീസ് മറ്റുള്ളവർക്ക് എന്തുമാത്രം ഷെയർ ചെയ്യാൻ പറ്റിയ സ്റ്റോറീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറീസ് ഓഫ് കമ്പാഷൻ ആൻഡ് സ്റ്റോറീസ് ഓഫ് ഗിവിങ് ബാക്ക് ടു ദ സൊസൈറ്റി ആൻഡ് സ്റ്റോറീസ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ആൻഡ് സ്റ്റോറീസ് ഓഫ് പാഷൻ ആൻഡ് ഡ്രീംസ്, ഇതൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റിയോ? അല്ലെങ്കിൽ സ്റ്റോറീസ് ഓഫ് ഫാമിലി ഹിസ്റ്ററി, അല്ലെങ്കിൽ സ്റ്റോറീസ് ഓഫ് ബിഹേവിയർ, ഇതൊക്കെ നമുക്ക് എന്തുമാത്രം കൊടുക്കാനായിട്ട് പറ്റി, നമുക്ക് എന്തുമാത്രം മോഡലായി തീർക്കാനായിട്ട് പറ്റി. ഇങ്ങനെ നമ്മളിങ്ങനെ ലോകത്തിന് കൊടുത്ത, നമുക്ക് ശേഷം ഈ ലോകത്ത് നമ്മൾ തുടങ്ങിയ സംഭവങ്ങൾ നമുക്ക് ശേഷം എന്തൊക്കെ അവശേഷിക്കുന്നു, ഇത് നമുക്ക് എന്തെല്ലാം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ ടൈം ഇതിനെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചിട്ട് ഇതിനെ ഒരുപക്ഷെ നിങ്ങൾക്ക് വീണ്ടും കാണണം. എന്നിട്ട് ഇതിനെക്കുറിച്ച് കുറച്ച് റിസർച്ചൊക്കെ ചെയ്തിട്ട് ഏത് ഏരിയയിൽ, എന്ത് വിധത്തിൽ, ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊരു ലെഗസി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നമ്മുടെ ഒരുപാട് പേര് ചില കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചാണ്. നെഹ്റുവോ ഗാന്ധിയോ ഇവരൊക്കെ ലോകത്തിന് ഒരു ലെഗസി കൊടുത്തു. ഓരോ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാക്കൾ ലെഗസി കൊടുത്തു. അപ്പം ചില ആൾക്കാർ പുസ്തകങ്ങൾ എഴുതിക്കൊണ്ട് ലെഗസി കൊടുത്തു. ഇങ്ങനെ നിങ്ങൾക്ക് ഏത് ലെഗസി കൊടുക്കാനായിട്ട്, എന്ത് കൊടുക്കാനായിട്ട്, ഇപ്പം ഞാൻ ചില വിഷയങ്ങളെക്കുറിച്ച് ഉള്ള ലെഗസി കൊടുത്തു. അപ്പം ചില വിഷയങ്ങൾ ഞാൻ പഠിപ്പിച്ച് കഴിവുള്ള ശിഷ്യന്മാരെ ഉണ്ടാക്കിയെടുത്തു. ദാറ്റ് ഈസ് മൈ ലെഗസി. ഇനിയും ഞാനിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വഴി എനിക്ക് മുന്നോട്ട് പോകണം. അപ്പം ഒരുപക്ഷെ നിങ്ങൾ പുസ്തകങ്ങൾ എഴുതണമെന്നില്ല. നിങ്ങൾ എന്തെല്ലാം രീതിയിൽ, ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ കേരളത്തിലെടുക്കുമ്പം പലപ്പോഴും നമ്മൾ പറയാറുള്ള സഹോദരൻ അയ്യപ്പനെക്കുറിച്ച് പറയാറുണ്ട്, ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് പറയാറുണ്ട്, ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് പറയാറുണ്ട്. ഇങ്ങനെ നമ്മൾ പല നമ്മുടെ പൂർവികന്മാരെക്കുറിച്ച്, അവർ കൊണ്ടുവന്ന നമ്മുടെ കൊച്ചി മഹാരാജാവിനെക്കുറിച്ച്, അല്ലെങ്കിൽ കുഞ്ഞാലി മരക്കാരെക്കുറിച്ച്, ശ്രീധര തിരുനാളിനെക്കുറിച്ച്, മാർത്താണ്ഡവർമ്മയെക്കുറിച്ച്, ഇവിടെയൊക്കെ നമ്മൾ ലെഗസി പറയാറുണ്ട്. ഓക്കെ. അപ്പം ഇതിനൊക്കെ അപ്പുറത്തേക്കായിട്ട് ശങ്കരാചാര്യരെക്കുറിച്ച് നമ്മൾ ലെഗസി പറയാറുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്കെന്തെല്ലാം കെ കരുണാകരനെക്കുറിച്ച് നമ്മൾ ലെഗസി പറയാറുണ്ട്, കെ നയനാരെക്കുറിച്ച് നമ്മൾ ലെഗസി പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്കായിട്ട് ഇപ്പോൾ ബിസിനസ്സിൻ്റെ ലെഗസി, ഇപ്പം ആരൊക്കെയാണ് കേരളത്തിലെ ഇൻഡസ്ട്രിയിൽ, ബിസിനസ്സിൽ തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ കൊണ്ടുവന്ന കോളേജ് ഇന്നും ആൾക്കാരത് പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരോർക്കുന്നു, അദ്ദേഹം തുടങ്ങി വെച്ചത്, പിന്നീടുള്ള തലമുറ അത് കൃത്യമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. മാർ യുവാനീസിനെ കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചിന്തിച്ചു വരുമ്പോഴത്തേക്കും ഈ കേരളത്തിൽ മാറ്റം വരുത്തിയ ഒരുപാട് പേരെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് കാണും. കേരള ഹിസ്റ്ററി എന്ന് നമുക്ക് പറയാനായിട്ട് കാണും. അപ്പോൾ വാട്ട് ഈസ് യുവർ കോൺട്രിബ്യൂഷൻ? മേ ബി ഒരു 100 years ആഫ്റ്റർ യുവർ ലൈഫ്, യു ആർ ഗോൺ,
വാട്ട് പീപ്പിൾ വിൽ റിമെമ്പർ അബൌട്ട് യു. നിങ്ങളെക്കുറിച്ച് എന്തായിരിക്കും അവർ ചിന്തിക്കുക, പറയുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കഴിച്ചതും സംസാരിച്ചതും എല്ലാം പോയി, നമ്മൾ ഉണ്ടാക്കിയത് അതും പോയി. നമ്മൾ ഉണ്ടാക്കുന്ന സമ്പത്തെല്ലാം മീൻസാണ്, മറ്റുള്ള ലക്ഷ്യങ്ങൾ നേടാനാണ്. ആക്ച്വലി നമ്മളൊരു നദി കടക്കാനായിട്ടൊരു വള്ളം ഉപയോഗിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ദൂരം താണ്ടാനായിട്ടൊരു വാഹനം ഉപയോഗിക്കുന്നത് പോലെ എപ്പോഴും സമ്പത്ത് ഒരു വെഹിക്കിൾ മാത്രമാണ്. അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ? ജീവിച്ചത് മുഴുവൻ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുമോ? ഈ കാര്യമെല്ലാം നിങ്ങളുടെ കൺസിഡറേഷന് വിടുവാണ്. പക്ഷേ നിങ്ങൾക്ക് ഇതിലൂടെ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ഈ ലോകത്തിന് ഉണ്ടാക്കി വെക്കാനായിട്ട് പറ്റും. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ ഓപ്പണാണ്, എന്നോട് ചേർന്ന് നിന്ന് ഈ ലോകത്ത് എന്തെങ്കിലും, ഇപ്പോൾ എൻ്റെ ശിഷ്യരോടും ഞാൻ ചോദിക്കാറുണ്ട്, പഠിപ്പിക്കാനായിട്ട് ഒത്തിരി പേര് ഇറങ്ങിയിട്ടുണ്ട്, ശിഷ്യരോടും ചോദിക്കാറുണ്ട്, ഈ ലോകത്തിന് വേണ്ടി നമുക്ക് എന്ത് മാറ്റിവെക്കാനുണ്ട്, എന്നോട് കൂടി നിന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയാവും. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്ന് ചെയ്യുവാണെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന ഒരു ലെഗസിക്ക് വേണ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഹെൽപ്പ് ഉണ്ടാവും. അപ്പം നമുക്ക് പരസ്പരം സംസാരിച്ച് നമ്മുടെ നാടിന് വേണ്ടി, ഇല്ല നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി, ഒരു ലെഗസിക്ക് വേണ്ടി നമുക്ക് സമാന ചിന്താഗതികളുള്ള ആൾക്കാർക്ക് ഒന്നിച്ചു ചേർന്ന് വി ക്യാൻ ബ്രിങ് എ ലെഗസി. ഓൾ ദി ബെസ്റ്റ്.